ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ഒരു സ്ട്രിംഗ് ലെങ്ത് ഫംഗ്ഷനും അതിൻ്റെ എക്സാമ്പിൾസുമാണ് ഡിസ്കസ് ചെയ്യുന്നത് പൈത്തണിലെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം LionoEdu. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള റിവ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് കയറി കണ്ട് ഇതിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ എന്താണ് ഒരു പൈത്തൺ സ്ട്രിംഗ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിംപ്ലസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് പൈത്തണിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തുകൊണ്ട് ലെങ്ത് LEN ബ്രാക്കറ്റിൽ വാല്യൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ, അറേയുടെ അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ, ട്യൂപ്പിളിൻ്റെ, ഡിക്ഷണറിൻ്റെ ഒക്കെ ലെങ്ത്ത് സിംപ്ലറായിക്കാണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ, ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ ആണ് അതിൽ കൊടുത്തേക്കേണ്ടത്, എന്തിൻ്റെ ആണ് കാണേണ്ടത്, ആ വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടത്. റിട്ടേൺ വാല്യൂ നമുക്കൊരു ഇൻറ്റീജർ ആയിക്കൊണ്ടാണ് അത് റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഒരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ, ഒരു 5 ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതേമാതിരി സ്ട്രിങ്ങിൻ്റെ, അറേയുടെ, ലിസ്റ്റിൻ്റെ എന്തിൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സ്ട്രിങ്ങിൻ്റെ ആകുമ്പോൾ അത് ഞാൻ പറഞ്ഞു ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യലെന്ന്. അതിൽ പങ്ക്ച്വേഷന്, സ്പേസ് അല്ലെങ്കിൽ എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അതിൽ കൗണ്ട് ആവും. പിന്നെ empty എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾവേസ് നൺ ആയിക്കാണ്ടേക്കാരം ഔട്ട്പുട്ട് കാണിക്കൽ. ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈപ്പ് എന്താ, ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് എന്താണെന്ന് അതിൽ സ്പെസിഫൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻബിൽറ്റ് സപ്പോർട്ട് ഉണ്ടാവില്ല. ഈ ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കീ വാല്യൂ പെയറാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഒറ്റ കൗണ്ട് ആയിക്കാണ്ട്, ഒറ്റ യൂണിറ്റ് ആയിക്കാണ്ടേ കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ്. നമ്മളൊരു സ്ട്രിങ്ങിൻ്റെ, ഒരു ഗിവൺ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാണ് LEN ഫംഗ്ഷൻ വെച്ച് കണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിങ്, വെൽക്കം ടു LionoEdu പൈത്തൺ ട്യൂട്ടോറിയൽസ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് എങ്ങനെ ഇത് ആ സ്ട്രിങ്ങിലേക്ക് ആ വാല്യൂ ആഡ് ചെയ്തു. ഇത് അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള കോഡ്. അപ്പോൾ ഇത് പൈച്ചാം എന്ന് പറഞ്ഞൊരു IDE ആണ്. നമുക്ക് പൈത്തണിൻ്റെ പ്രോഗ്രാംസൊക്കെ സിംപ്ലർ ആയിക്കാണ്ട് റൺ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതിൽ തന്നെ ഔട്ട്പുട്ടും കാണിക്കും. അപ്പോൾ നമ്മളത് കൊടുത്തു, str1 = വെൽക്കം ടു LionoEdu പൈത്തൺ ട്യൂട്ടോറിയൽസ് എന്ന് കൊടുത്തു. എന്നിട്ട് ഈ കോഡും റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ കണ്ടോ, ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഈസ് 37 പ്രിൻ്റ് ആയി. അപ്പോൾ ഈ സ്പേസ്, ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലതും അതിൽ കൗണ്ടായി. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ലിസ്റ്റ് ആണ്. LEN ഫംഗ്ഷൻ വെച്ചുകൊണ്ട് ലിസ്റ്റിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്, അത് ലിസ്റ്റ് 1ക്ക് അസൈൻ ചെയ്തിരിക്കണം. എന്നിട്ട് ഈ കോഡ് വെച്ച് കണ്ടത് പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 4 ആണ് വന്നത്. 4 എങ്ങനെ വന്നത് വെച്ചാൽ ഇതെല്ലതും ഒറ്റൊന്നായി കണ്ട് കൗണ്ട് ചെയ്യില്ല. ലിസ്റ്റ് നമുക്കറിയാലോ, ഇതൊരു സ്ട്രിങ്ങിൻ്റെ ലിസ്റ്റാണ്. 1 2 3 4 ടിം, ചാർലി, ടിഫനി, റോബർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിക്കാണ്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 3 നമ്മളൊരു ട്യൂപ്പിളിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ട്യൂപ്പിളിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ചിന് ഒരു ട്യൂപ്പിളിലെ അസൈൻ ചെയ്തിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഈ കോഡ് റൺ ചെയ്യിപ്പിച്ച് കണ്ട് കിട്ടേണ്ടത് 3 എന്നാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഇത് 1 2 3. പിന്നെ ലിസ്റ്റും ട്യൂപ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്യൂപ്പിള് നമുക്ക് ഇമ്മ്യൂട്ടബിൾ ആണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അതിൻ്റെ വാല്യൂസ് ഒന്നും. ലിസ്റ്റ് നമുക്ക് എപ്പോഴും മാറ്റാം. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ നാലാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറിയുടെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് LEN ഫംഗ്ഷൻ വെച്ച് കണ്ട്. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കീ വാല്യൂ പെയറാണ്. ഇതൊരു കീ വാല്യൂ, അങ്ങനെ ഓരോ കീ വാല്യൂ പെയറാണ് ഡിക്ഷണറി. അപ്പോൾ ഈ കോഡ് പ്രിൻ്റ് ദ ലെങ്ത് ഓഫ് ഡിക്ഷണറി ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്റ്റ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുമ്പോൾ ഇതാണ്, ഈ ഡിക്റ്റ് എന്നാണ് ഇതിലേക്കാണ് ഈ കീ വാല്യൂ പെയർസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 4 ആയിക്കാണ്ട കിട്ടുന്നുണ്ട്. കാരണം ഇത് രണ്ടും പാടെ ഒറ്റൊന്നായിക്കാണ്ട കൗണ്ട് ചെയ്യൽ. 18 എന്നുള്ള ഒരു കീ വാല്യൂ പെയർ ഒറ്റൊന്നായിക്കാണ്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു ഓൾ.